بسم الله الرحمن الرحيم يا أهل الكتاب لم تكفرون بآيات الله وأنتم تشهدون يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് അല്ലാഹുവിന്റെ തെളിവുകളിൽ അവിശ്വസിക്കുന്നത്? നിങ്ങൾ തന്നെ അവക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണല്ലോ. വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തുകയും അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചുവെക്കുകയും ചെയ്യുന്നത്? അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോകത്തിൽ ഏറ്റവും അധികം അനുയായികളുള്ള ക്രിസ്ത്യൻ മതവും ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം മതവും ഈ രണ്ട് മതങ്ങളുടെ അടിസ്ഥാന വേദഗ്രന്ഥങ്ങൾ തമ്മിലുള്ള അഭിപ്രായങ്ങൾ രണ്ട് വിഭാഗത്തിലെ പണ്ഡിതന്മാർ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ബൈബിളിന്റെ ദൈവീകത അവതരിപ്പിക്കാമെന്നേറ്റിരുന്ന ഡോക്ടർ അബ്രഹാം സ്റ്റീഫൻ ശാരീരികമായി സുഖമില്ലാത്തതിനാൽ അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നറിയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മിസ്റ്റർ വർഗീസ് മാളിയേക്കൽ ബൈബിളിന്റെ ദൈവീകത എന്ന വിഷയത്തെ ആസ്പദമാക്കി 40 മിനിറ്റ് സംസാരിക്കും. തുടർന്ന് ഖുർആനിന്റെ ദൈവീകത എന്ന വിഷയത്തെ ആസ്പദമാക്കി നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടർ എം അക്ബർ നമ്മളോട് 40 മിനിറ്റ് സംസാരിക്കുന്നതാണ്. തുടർന്ന്
ഖുർആന്റെ ദൈവികതയെ ആസ്പദമാക്കി അക്ബർ സംസാരിച്ചതിനെ ഖണ്ഡിച്ചുകൊണ്ട്, വിമർശിച്ചുകൊണ്ട് മിസ്റ്റർ വർഗീസ് മാളിയേക്കലിന് 20 മിനിറ്റ് ഖണ്ഡനം നടത്താവുന്നതാണ്. തുടർന്ന് മിസ്റ്റർ വർഗീസ് മാളിയേക്കൽ അവതരിപ്പിച്ച ബൈബിളിന്റെ ദൈവികതയെക്കുറിച്ച് എം അക്ബറിന് 20 മിനിറ്റ് ഖണ്ഡനം നടത്താവുന്നതാണ്. ഇതാണ് ഈ പരിപാടിയിലെ ആദ്യത്തെ സെഷൻ. തുടർന്ന് കാണികൾക്കുള്ള, കേൾവിക്കാർക്കുള്ള അവസരമാണ്. ഇവിടെ അവതരിപ്പിച്ച വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കാണികളിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ ചോദ്യം, വീണ്ടും പറയുന്നു, ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ മുന്നിൽ സജ്ജമാക്കിയിട്ടുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അവിടെ വന്ന് വളരെ മര്യാദയോടുകൂടി തന്നെ തങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് തങ്ങളെ സ്വയം ഈ സദസ്സിന് പരിചയപ്പെടുത്തുകയും തുടർന്ന് താൻ ചോദിക്കുന്ന ചോദ്യം പ്രാസംഗികരിൽ ആരോടാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യണം. അതിനുശേഷം വളരെ ചുരുക്കിക്കൊണ്ട് പരമാവധി 2 മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു ചോദ്യം, ഒരു സമയത്ത് ഒരു ചോദ്യമേ ചോദിക്കാൻ പാടുള്ളൂ. പരമാവധി 2 മിനിറ്റ് സമയമേ അതിന് അനുവദിക്കുകയുള്ളൂ. ചോദ്യകർത്താവിന് ചോദിക്കാവുന്നതാണ്. ചോദ്യം ചോദിക്കുന്നത് ആരോടാണെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ആ ചോദ്യത്തിനുള്ള മറുപടി അതിന്റെ ആൾ മറുപടി പറയുന്നതോടുകൂടി ആ മറുപടിയെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് പറയുവാൻ അടുത്ത പ്രാസംഗികന് അവസരമുണ്ടാവും. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. ചോദ്യം ചോദിക്കുന്ന ആൾ പരമാവധി ഏറ്റവും ചുരുക്കി തന്റെ ചോദ്യം ചോദിക്കുകയും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് വ്യക്തിയോടാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനു ശേഷം ഏറ്റവും ചുരുക്കി ചോദ്യം ചോദിച്ച് അതിനുള്ള മറുപടി ആ വിഷയം അവതരിപ്പിച്ച ആൾ പറയുകയും തുടർന്ന് ആ മറുപടിയിൽ എന്തെങ്കിലും പറയാൻ ആവശ്യമുണ്ടെങ്കിൽ മറ്റേ പ്രാസംഗികന് ഉപയോഗപ്പെടുത്താവുന്നതുമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇതുപോലെ ആ സൗകര്യം അവർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. എഴുതിത്തരുന്ന ചോദ്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. കാരണം നേർക്കുനേരെ ചോദിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. രണ്ട് സഹോദര സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റവും നല്ലതായ രീതിയിൽ നടക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങളുടെ സഹകരണമാണ് ഇതിനെ വിജയത്തിലെത്തിക്കേണ്ടത്. അതിന് നിങ്ങളുടെ സഹകരണം വളരെ ആവശ്യവുമാണ്. തീർച്ചയായും നിങ്ങൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പരിപാടി ഏറ്റവും നല്ല ഉദ്ദേശത്തോടുകൂടി നടത്തുന്നതിനാൽ ഇതിന് സർവശക്തനായ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിളിന്റെ ദൈവികത എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുവാൻ മിസ്റ്റർ വർഗീസ് മാളിയേക്കലിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ ശ്രോതാക്കൾക്ക് വലിയവനായ ഏക സത്യദൈവത്തിന്റെ നാമത്തിൽ
അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച സുഹൃത്തുക്കളോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ നിങ്ങളോട് സംസാരിക്കാമെന്നേറ്റ ബഹുമാന്യനായ അച്ഛന് വരുവാൻ കഴിഞ്ഞില്ല എന്നതിന് ഞാൻ ഖേദിക്കുന്നു. ആ അച്ഛനെ സഹായിക്കേണ്ടതിന് കഴിഞ്ഞ 48 മണിക്കൂറിന്റെ ഉള്ളിൽ പെട്ടെന്ന് തിരഞ്ഞെടുത്ത ഒരു മാർഗമാണ് ഞാനിവിടെ വരിക എന്നുള്ളത്. തീർച്ചയായും അത് സംഘാടകരോട് നീതി പുലർത്തേണ്ടതിന് വേണ്ടി കൂടിയാണ് അത് ചെയ്തത്. അതുകൊണ്ട് അതിന്റേതായ പരിമിതികൾ ഒരുപക്ഷെ സമയത്തിന്റെ കാര്യത്തിലും മറ്റും ഉണ്ടായിരിക്കും. ഞങ്ങൾ നേരത്തെ കൂട്ടി ചോദ്യങ്ങൾ എഴുതി തന്നാൽ അത് റഫർ ചെയ്ത് പറയാമെന്ന് സംഘാടകരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇങ്ങനെയാണ് നല്ലതെന്ന് സംഘാടകർ കരുതി. ഏതായാലും ഉള്ള സമയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് 4:30 സമയമാകുമ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുസ്ലിം സഹോദരങ്ങൾക്ക്, അതുപോലെ തന്നെ 6:30 ശേഷം ഞങ്ങൾക്കും ഞങ്ങളുടെ പള്ളികളിൽ പ്രാർത്ഥനകൾ ഉള്ളതുകൊണ്ട് പോകേണ്ടതായിട്ടുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. പ്രിയ സുഹൃത്ത് ഇതിനകം പറഞ്ഞതുപോലെ തന്നെ 2 സാഹോദര്യ സ്വഭാവം നിലനിർത്തുന്ന മതങ്ങളുടെ മാർഗങ്ങളുടെ പ്രതിനിധികളായാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തമ്മിൽ വഴക്കുണ്ടാക്കാനോ തമ്മിൽ ശണ്ട കൂടാനോ ഉള്ള യാതൊരു സാധ്യതയും നൽകുന്നില്ല. എന്നാൽ ഇത്തരമൊരു സന്ദർഭത്തിന്റെ അവസരം മനസ്സിലാക്കി ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുമ്പോൾ വളരെ പക്വതയോടെ നിങ്ങളത് കൈകാര്യം ചെയ്യും എന്ന പ്രതീക്ഷയോടെ ഞാൻ മുൻപോട്ട് കിടക്കുകയാണ്. ബൈബിൾ അതെന്താണ്? എല്ലാവർക്കും അത് കാണാൻ കഴിയില്ല എന്ന് ഞാൻ കരുതുന്നു. കാണാവുന്നവർക്ക് അത് ശ്രദ്ധിക്കാവുന്നതാണ്. ബൈബിൾ അത് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും ബൈബിളിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിന് മുൻപേയുള്ള ചരിത്രമാണ് പഴയ നിയമത്തിന്റെ ഇതിഹാസം. BC 1500-നും BC 400-നും ഇടയിൽ എഴുതപ്പെട്ട 39 പുസ്തകങ്ങളുടെ സമാഹാരമാണ് പഴയ നിയമം. പുതിയ നിയമം അതെന്താണ്? യേശുക്രിസ്തുവിന്റെ ചരിത്രവും ഉപദേശവും അടങ്ങുന്ന കാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. AD 45-നും AD 100-നും ഇടയ്ക്ക് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ വ്യക്തമായിരിക്കുന്നത്. 27 പുസ്തകങ്ങളുടെ സമാഹാരമാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. ഇത്രയും മുഖവരിയായി പറഞ്ഞുകൊണ്ട് ബൈബിളിന്റെ ആധികാരികതയിലേക്ക്, ആത്മീയതയിലേക്ക് കടക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ബൈബിളിന്റെ ആധികാരികത. ബൈബിളിന്റെ ആധികാരികതയ്ക്ക് തെളിവായി നിങ്ങളുടെ മുൻപിലേക്ക് കുറഞ്ഞത് 4 പോയിന്റുകൾ നിരത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിൾ ദൈവനിശ്വാസീയമാണ്. ദൈവാത്മപ്രേരണയാൽ, ദൈവനിശ്വാസത്താൽ എഴുതപ്പെട്ടതാണ് ബൈബിൾ. വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്തിൽ 2 തിമോഥെയോസ് 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ. മറ്റൊരു വാക്യം 2 പത്രോസ് 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ: തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ദൈവാത്മപ്രേരണയാൽ എഴുതപ്പെട്ടതാണ് വേദപുസ്തകമെന്ന് വേദപുസ്തകം തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം ദൈവം സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കി കൊടുത്തതെന്നോ ദൈവം തന്നെ ഓതിക്കൊടുത്തതെന്നോ അർത്ഥത്തിൽ, വാക്കുകൾ തന്നെ അങ്ങനെ ഓതിക്കൊടുത്തെന്നോ അർത്ഥത്തിലല്ല ദൈവനിശ്വാസീയത എന്ന് പറയുന്നത്. ദൈവനിശ്വാസീയത എന്ന് പറഞ്ഞാൽ ദൈവഭക്തരുടെ മനസ്സിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിനിവേശം ഉണ്ടാവുകയും ആ നിശ്വാസത്താൽ അവർ എഴുതുകയും ചെയ്ത പുസ്തകമാണ് വേദപുസ്തകം എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. എന്ന് തന്നെയല്ല, യുക്തിസഹമായിട്ടൊന്ന് ചിന്തിച്ചാൽ ദൈവം ആത്മരൂപിയാണ്. ദൈവം മനുഷ്യനെ പോലെ മനുഷ്യരൂപമുള്ളവനല്ല. ആത്മരൂപിയായ ദൈവം ആത്മാവിൽ വസിക്കുന്ന സ്വർഗത്തിലിരിക്കുമ്പോൾ ഒരു ഫിസിക്കലായ ശരീരമുള്ള എന്തെങ്കിലും ഒരു വസ്തു സ്വർഗത്തിലുണ്ടായിരിക്കും എന്ന് കരുതുന്നത് മൂഢത്വമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുക്തിസഹമായിട്ട് ഒരിക്കലും അത് കണക്കാക്കുവാൻ കഴിയുന്നതല്ല. ഒന്ന്, ദൈവനിശ്വാസീയമാണ് വേദപുസ്തകം. രണ്ടാമതായി, വേദപുസ്തകം ഒന്നിലധികം എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ്. ദൈവത്തിന്റെ ആധികാരിക ഗ്രന്ഥമാണ് ബൈബിൾ എന്നതിന്റെ രണ്ടാമത്തെ തെളിവ് വേദപുസ്തകം ഒരൊറ്റ വ്യക്തിയാൽ എഴുതപ്പെട്ടതല്ല എന്നുള്ളതാണ്. 40ഓളം എഴുത്തുകാർ 1400ഓളം വർഷങ്ങളിൽ ജീവിച്ചിരുന്നവർ, വ്യത്യസ്ത ചിന്താധാരകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള മനുഷ്യർ, വ്യത്യസ്ത കാലഘട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ മനുഷ്യർ ഒന്നിച്ചെഴുതിയ 40ഓളം എഴുത്തുകാർ എഴുതിയതാണ് വേദപുസ്തകത്തിന്റെ ഈ പുസ്തകങ്ങൾ തന്നെ. തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു മനുഷ്യൻ മാത്രമാണ് ഈ വേദപുസ്തകത്തിന്റെ രചനയുടെ പിന്നിലുണ്ടായിരുന്നതെങ്കിൽ, ആ മനുഷ്യനിൽ പിശാചിന് അഭിനിവേശം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിൽ ആ മനുഷ്യൻ എഴുതിയത് എങ്ങനെ നാം വിശ്വസിക്കും? വിശ്വസിക്കുവാൻ സാധ്യമല്ല. 40ഓളം എഴുത്തുകാർ 1400ഓളം വർഷങ്ങളുടെ ചരിത്രത്തിൽ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ നിന്ന് എഴുതുമ്പോൾ ആ എഴുത്തുകാരുടെ ആശയങ്ങളിലുള്ള സമാനത
വേദപുസ്തകത്തിന്റെ ആധികാരികതയ്ക്കുള്ള മനോഹരമായ മറുപടിയാണ് എന്ന് ഞാൻ സമർത്ഥിക്കുന്നു. മൂന്നാമതായി, വേദപുസ്തകത്തിലെ അത്യുന്നതമായ ധാർമ്മിക നിലവാരം അതെത്ര ഉന്നതമാണെന്നുള്ളത് വേദപുസ്തകത്തിന്റെ ആ ദൈവികതയ്ക്ക്, ആ ധാർമ്മികതയ്ക്കുള്ള തെളിവായിട്ട് കാണിക്കുവാൻ കഴിയും. ഒന്നാലോചിച്ച് നോക്കുക, സാമാന്യ മനുഷ്യരായിരുന്നു വേദപുസ്തകം എഴുതിയിരുന്നതെങ്കിൽ, അവരുടെ ആശയങ്ങളാണ് വേദപുസ്തകത്തിന്റെ ആധികാരികമായി കുത്തി നിറച്ചതെങ്കിൽ, അവരുടെ സ്വഭാവ രീതി തന്നെ വേദപുസ്തകത്തിലും പ്രതിഫലിച്ചേനെ. അവരുടെ ചുറ്റുപാടുകൾ, അവരുടെ ചിന്താധാരികൾ, ഒന്നും വേണ്ട ധാർമ്മിക നിലവാരം. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ തന്നെ ചില സ്ഥലത്ത് അധാർമികമായി ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ധാർമ്മിക നിലവാരം വേദപുസ്തകത്തിൽ കണ്ടേനെ. എന്നാൽ വേദപുസ്തകത്തിൽ നാം കാണുന്ന ദൈവത്തിന്റെ ധാർമ്മിക നിലവാരം വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു മനുഷ്യനും എഴുതാൻ കഴിയാത്ത, മനുഷ്യനേക്കാൾ അത്യുന്നതമായ നിലവാരത്തിലാണ് വേദപുസ്തകത്തിന്റെ ധാർമ്മികമായ നിലനിൽക്കുന്നത്, വേദപുസ്തകത്തിന്റെ മൂല്യം നിലനിൽക്കുന്നത്. അതിൽ നിന്ന് തന്നെ ദൈവത്തിന്റെ ആത്മപ്രേരണയാൽ എഴുതപ്പെട്ടതാണ് വേദപുസ്തകം എന്നതിന് സുശക്തമായ തെളിവ് നിരത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, ദൈവം വെളിച്ചമാണ്, ഇരുട്ട് ഒട്ടുമില്ല. വെളിച്ചമായ ദൈവം, ശത്രുവിനെ പോലും സ്നേഹിക്കുക, അവന് വിശന്നാൽ തിന്മാൻ കൊടുക്കുക എന്ന് പറയുന്ന വേദപുസ്തകം, ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്ന് മാത്രം പ്രഖ്യാപിക്കുന്ന, വെപ്പാട്ടികളെ നിരോധിക്കുന്ന വേദപുസ്തകം, ഭാര്യയെ സ്നേഹിക്കുക, അവളെ വെറുക്കരുത്, അവളെ തല്ലരുതെന്ന് പ്രഖ്യാപിക്കുന്ന വേദപുസ്തകം. വേദപുസ്തകത്തിന്റെ ധാർമ്മിക നിലവാരം എടുത്തു നോക്കിയാൽ സാധാരണ മനുഷ്യർ എഴുതിയതല്ല വേദപുസ്തകം എന്നതിന് ഉഗ്രമായ തെളിവ് നാം അവിടെ കാണുകയാണ്. അത്രയും പറഞ്ഞു നിർത്തിയിട്ട് അടുത്ത ഖണ്ഡനത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ബൈബിൾ തിരുത്തപ്പെട്ടുവോ? വേദപുസ്തകം തിരുത്തി എഴുതിയെന്ന് അനേകർ പറയാറുണ്ട്. വേദപുസ്തകം തിരുത്തി എഴുതപ്പെട്ടിട്ടുള്ളതല്ല എന്നതിന് 6 കാരണങ്ങൾ കൂടെ മുൻപോട്ട് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വേദപുസ്തകം തിരുത്തപ്പെട്ടിട്ടില്ല. കാരണം ഈ ഗ്രന്ഥം ദൈവം നൽകിയതാണെന്ന് ഖുർആൻ പോലും സമ്മതിക്കുന്നുണ്ട്. ഈ പുസ്തകം ദൈവം നൽകിയതാണെന്ന് ഖുർആൻ പോലും സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ എഴുതുന്നത് കാണാം, സൂറ 2 ആയത്ത് 87-88. തീർച്ചയായും മൂസായ്ക്ക് നാം ഗ്രന്ഥം നൽകിയിട്ടുണ്ട് എന്നത് ഖുർആൻ പോലും സമ്മതിക്കുകയാണ്. സൂറ 3 ആയത്ത് 49, അല്ലാഹു അവന് ഗ്രന്ഥവും തത്വജ്ഞാനവും തൗറാത്തും ഇഞ്ചീലും പഠിപ്പിക്കുന്നതാണ് വ്യക്തമായിരിക്കുകയാണ്. സൂറ 5 ആയത്ത് 46-47, അവരെ, അതായത് പ്രവാചകന്മാരെ തുടർന്ന് നാം ഇസ്ബനു മറിയമിനെ നിയോഗിച്ചു, നാം അദ്ദേഹത്തിന് മാർഗദർശനവും പ്രകാശവും ഉൾക്കൊള്ളുന്ന ഇഞ്ചീൽ നൽകിയിരിക്കുന്നു. അതിനു മുൻപ് അവതരിച്ച തൗറാത്തിനെ പൂർത്തിയാക്കുന്നതിനും ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് മാർഗദർശകവും ഉപദേശവുമായിരുന്നു. ഇഞ്ചീലുകാർ അല്ലാഹു ഇറക്കിയനുസരിച്ച് ആര് വിധി കൽപ്പിക്കുന്നില്ലയോ അവർ തന്നെയാണ് ആജ്ഞാലംഘകർ. ചുരുക്കി പറഞ്ഞാൽ വേദപുസ്തകം തെറ്റാൻ സാധ്യമല്ല, തിരുത്താൻ സാധ്യമല്ല. കാരണം ഒന്ന്, ദൈവം നൽകിയതാണ് വേദപുസ്തകമെന്ന് വ്യക്തമായിരിക്കുകയാണ്. ദൈവം നൽകിയ ഒരു സാധനത്തെ തിരുത്താൻ ദൈവം സമ്മതിക്കുമോ? വേദപുസ്തകത്തിന്റെ പൂർത്തീകരണമാണ് ഖുർആൻ എന്ന് ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ വേദപുസ്തകം തിരുത്താൻ ദൈവം സമ്മതിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. വേദപുസ്തകം തിരുത്താൻ സാധ്യമല്ല. കാരണം 2. എന്താണ് കാരണം? മുഹമ്മദിന്റെ കാലത്ത് തൗറാത്തും ഇഞ്ചീലും തിരുത്തപ്പെട്ടിട്ടില്ല. മുഹമ്മദിന്റെ കാലത്ത് തൗറാത്തും ഇഞ്ചീലും തിരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് വേദപുസ്തകം തിരുത്തിയിട്ടില്ല എന്നതിന്റെ കാരണമാണ്. സൂറ 4 ആയത്ത് 47-48, ഗ്രന്ഥം നൽകപ്പെട്ടവരെ, നിങ്ങളുടെ കൂടെയുള്ളതിനെ സാക്ഷാത്കരിച്ചുകൊണ്ട് നാം അവതരിച്ചതിനെ നിങ്ങൾ വിശ്വസിക്കുക. എന്താ പറയുന്നത്? ഗ്രന്ഥം നൽകപ്പെട്ടവരെ, നിങ്ങളുടെ കൂടെയുള്ളതിനെ, നിങ്ങളുടെ കൂടെയുള്ളപ്പോ അപ്പൊ സാധനം അവരുടെ കയ്യിലില്ലേ? ഉണ്ട്. അപ്പോൾ മുഹമ്മദ് പറയുന്നത് അപ്പോൾ അവരുടെ കയ്യിലുള്ള ഇഞ്ചിയിലും തൗറാത്തിനെയും കുറിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ തിരുത്തപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണോ മുഹമ്മദ് പറയുന്നത്? ഉത്തരം പറയുക. തിരുത്തിയ ഒരു തൗറാത്തിനും ഇഞ്ചിലിനെയും കുറിച്ചാണോ മുഹമ്മദ് ഖുർആനിൽ വെളിപ്പെടുത്തുന്നത്? മുഹമ്മദ് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഇതിനെ നിങ്ങൾ നോക്കുക. ചുരുക്കത്തിൽ വേദപുസ്തകം തിരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതിന് മുഹമ്മദ് തന്നെ സാക്ഷ്യം വഹിക്കുകയാണ്. മുഹമ്മദിന്റെ കാലത്ത് ശേഷം തിരുത്തപ്പെട്ടോ എന്നൊരു ചോദ്യം അവിടെ വരാം. അതിന് ഉത്തരമുണ്ട്. മുഹമ്മദിന്റെ AD 600 മുമ്പുള്ള അനേക കയ്യെഴുത്ത് പ്രതികൾ ഇന്ന് ലഭ്യമാണ്. ആയിരക്കണക്കിന് കയ്യെഴുത്ത് പ്രതികൾ ഇന്ന് ലഭ്യമാണ്. മുഹമ്മദിന്റെ കാലത്തും മുഹമ്മദിന് മുൻപുമുള്ള കയ്യെഴുത്ത് പ്രതികൾ ഇന്ന് ലഭ്യമാണ്. ശാസ്ത്രീയമായി തന്നെ അവ അത്രയും പഴക്കമുള്ളതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവ തിരുത്തപ്പെട്ടിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. മൂന്നാമത്തെ കാരണം, ഖുർആനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ബൈബിളിൽ നോക്കി ഉത്തരം കണ്ടുപിടിക്കണമെന്ന് ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഖുർആനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പുസ്തകം കിട്ടിയവരോട് ചെന്ന് ചോദിക്കാനാണ് ഖുർആൻ പറയുന്നത്. സൂറ 10 ആയത്ത് 94. ചുരുക്കി പറഞ്ഞാൽ ഖുർആന്റെ താക്കോൽ വേദപുസ്തകമാണ്. വേദപുസ്തകമാണ് ഖുർആന്റെ താക്കോൽ.
ഖുറാനെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വേദം കിട്ടിയ തൗറാത്തുള്ള ഇഞ്ചിയിലുള്ളവരോട് പോയി ചോദിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ഖുറാനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തൗറാത്തിലും ഇഞ്ചിയിലേക്കും തിരിയുക. അങ്ങനെയുള്ള ഇഞ്ചിയിലും തൗറാത്തും തിരുത്തപ്പെട്ടാൽ ഖുറാന്റെ സ്ഥിതിവിശേഷം എന്താകുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നാലാമത്തെ കാരണം, ദൈവം നൽകിയ ഒരു ഗ്രന്ഥത്തിൽ തിരുത്തുണ്ടാവാൻ ദൈവം സമ്മതിക്കുകയില്ലെന്ന് ഖുറാൻ പറയുന്നുണ്ട്. ദൈവം ഒരു സാധനം നൽകിയിട്ട് അത് തിരുത്താൻ ദൈവം സമ്മതിക്കുകയില്ല. സൂറ 15 ആയത്ത് 8-9. അതിന് ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെയാണ്. സൗദി രാജകുടുംബം എഴുതിയ ഇംഗ്ലീഷ് പരിഭാഷയിൽ നിന്ന് ഞാൻ വായിക്കാം. We have without doubt sent down the message and will assuredly guard it from corruption. ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഇഞ്ചിയിലും തൗറാത്തുമുണ്ടല്ലോ, ഈ സാധനം അല്ലെങ്കിൽ ഖുറാൻ ഏതെങ്കിലും ആയിക്കോട്ടെ, ദൈവം നൽകിയ അരുളപ്പാട് ഞാൻ സൂക്ഷിക്കുമെന്ന് ദൈവം പറയുന്നു. ദൈവം പറഞ്ഞിട്ട് നിങ്ങൾ പറയോ ഇത് തിരുത്തിയെന്ന്? ദൈവം പറയുകയാണ് ഞാൻ ഇതിനെ സൂക്ഷിക്കും. ദൈവം പറഞ്ഞ സാധനത്തെ തിരുത്താൻ കഴിവുള്ള മനുഷ്യനാർ? ഒരു മനുഷ്യനും കഴിയുകയില്ല. ദൈവം പറഞ്ഞിരിക്കുകയാണ് ഇത് തിരുത്താൻ കഴിയുകയില്ല. സൂറ 5 ആയത്ത് 48. To thee we send the scripture in truth, confirming the scripture that came before it and guarding it in safety. Guarding it in safety. സുരക്ഷിതമായി ഞാൻ അതിനെ സൂക്ഷിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞിട്ട് അത് തിരുത്തപ്പെട്ടെന്ന് പറയാൻ ശ്രമിക്കാൻ ഒരു മുസ്ലിം സഹോദരനും അനുവദിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. അഞ്ചാമത്തെ കാരണം, വേദപുസ്തകം തിരുത്തപ്പെട്ടിട്ടില്ല എന്നതിന്റെ അഞ്ചാമത്തെ കാരണം, ബൈബിൾ തിരുത്തിയിട്ടില്ല എന്ന് ഖുറാനിന്റെ പ്രഖ്യാപനം, അവർ അതിൽ നിന്ന് വ്യതിചലിച്ചു എന്നേ പിന്നീട് ഖുറാൻ പറയുന്നുള്ളൂ. സൂറ 2 ആയത്ത് 75. Seeing that a party of them heard the word of Allah and perverted it knowingly after they understood it. വേദപുസ്തകം തിരുത്തിയെന്നല്ല ഖുറാൻ പറയുന്നത്. ഖുറാൻ പറയുന്നത് ആ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ജീവിച്ചില്ല എന്നാ പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കുക. വേദപുസ്തകം തിരുത്തിയെന്ന് ഖുറാൻ പറഞ്ഞാൽ ഖുറാനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് തെളിവാകും. വേദപുസ്തകത്തിന്റെ ആ മൂല്യത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. ആറാമത്തെ കാരണം, വേദപുസ്തകം തിരുത്തിയിട്ടില്ല. അതിന്റെ ആറാമത്തെ കാരണം, ബൈബിളും ഖുറാനും ഓരോ മുസ്ലിമും അനുസരിക്കേണ്ടതാണെന്നും അല്ലാത്ത പക്ഷം അവരെ അള്ളാഹ് ശിക്ഷിക്കുമെന്നും ഖുറാൻ പറയുന്നുണ്ട്. സൂറ 4 ആയത്ത് 180, 151, 136. സൂറ 29 ആയത്ത് 46. ധാരാളം വാക്യങ്ങൾ അവിടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേദപുസ്തകം അനുസരിക്കേണ്ടതാണ്. ദൈവം നൽകിയ അരുളപ്പാടുകൾ എല്ലാം തന്നെ അനുസരിക്കേണ്ടതാണ്. അവ ഒന്നുപോലും വിട്ടുകളയരുത്, അവയൊന്നിൽ നിന്നും വ്യതിചലിക്കരുത് എന്ന് ഖുറാൻ പ്രഖ്യാപിക്കുമ്പോൾ തൗറാത്തും ഇഞ്ചിയിലും തിരുത്തപ്പെട്ടെന്ന തിരുത്തൽവാദവുമായി മുൻപോട്ട് പോകാതെ ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ബൈബിൾ തിരുത്തപ്പെട്ടിട്ടില്ലെന്ന് സുശക്തമായ 6 തെളിവുകൾ ഞാൻ നിരത്തിക്കഴിഞ്ഞു. ഇത് നാം ഓരോ മുസ്ലിമും അനുസരിക്കേണ്ടതാണ്. തൗറാത്തും ഇഞ്ചിയിലും ഓരോ മുസ്ലിമും അനുസരിക്കേണ്ടതാണ് എന്നതിന് ഞാൻ ശക്തമായ തെളിവുകൾ നൽകിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഏറ്റവും അതിപ്രധാനമായ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. അങ്ങനെയെങ്കിൽ ഈ വേദപുസ്തകത്തിന്റെ രത്നച്ചുരുക്കം എന്താണ്? വേദപുസ്തകത്തിന്റെ സന്ദേശം എന്താണ്? ദൈവിക ആധികാരികതയുടെ തെളിവാണ് വേദപുസ്തകത്തിന്റെ സന്ദേശം. പാപിയായ മനുഷ്യനെ ദൈവം രക്ഷിക്കുന്ന രക്ഷയുടെ അതിമനോഹരമായ വാർത്തയാണ് വേദപുസ്തകത്തിന്റെ സന്ദേശം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, പാപം എന്നാൽ എന്താണ്? പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നീതിക്ക് നിരക്കാത്തതായതെല്ലാം പാപമാണ്. പരിശുദ്ധനായ വെളിച്ചമായ ഇരുട്ടൊട്ടുമില്ലാത്ത വെളിച്ചത്തിൽ മാത്രം വസിക്കുന്ന ദൈവത്തിന്റെ നീതി, ആ ദൈവത്തിന്റെ നീതിക്ക് നിരക്കാത്തതെല്ലാം പാപമാണ്. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുകയാണ്. സകല മനുഷ്യരും പാപികളാണെന്ന് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു. എവിടെയാണ് ഈ പാപം തുടങ്ങിയത്? ഏദൻ തോട്ടത്തിൽ ആദാമിൽ നിന്നാണ് പാപം തുടങ്ങിയത്. അവിടെ ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് വ്യതിചലിച്ച് ദൈവത്തോട് വേണ്ട എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞ് കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനാണ് പാപത്തിൽ ചെന്നുപെട്ടത്. അന്നു മുതൽ സകല മനുഷ്യരും പാപത്തിൽ പെട്ടു എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു. ഒരുപക്ഷെ ചിലർ ചിന്തിക്കും, അതെങ്ങനെ അങ്ങ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ജീവിച്ചിരുന്ന ആദാം, ഇന്ന് ഞാൻ ജീവിക്കുന്ന 2001 ജീവിക്കുന്ന ഞാനിങ്ങനെ പാപിയാകും എന്ന് ചിലർ ചിന്തിക്കാറുണ്ട്. വളരെ ലളിതമായി ശാസ്ത്രീയമായി തന്നെ അതിന് മറുപടി പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ജനിതക ശാസ്ത്രം അനുസരിച്ച് നമ്മൾ ഓരോ മനുഷ്യരും നമ്മുടെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും കിട്ടുന്ന ഓരോ സെറ്റ് ജീനുകളാണ്. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പിതാവിൽ ജീവിച്ചിരുന്നു,
എന്റെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും കടമെടുത്ത ജീനുകളാണ് ഞാൻ. അപ്പോൾ എന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പിതാവിൽ. അങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുക, ഇതെവിടെ ചെന്ന് നിൽക്കും? ആദാമിൽ, ആദ്യ മനുഷ്യനിൽ ചെന്ന് നിൽക്കും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആദാമിലുണ്ടായിരുന്നുവെന്ന് ജനിതകശാസ്ത്രം സമ്മതിക്കുന്നു, ശാസ്ത്രീയമായി തന്നെ സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ ആദാമിന്റെ പാപത്തിന്റെ ഉത്തരവാദിത്വം എന്റെയും മനസ്സിലുണ്ട്, എന്റെ കുഞ്ഞുങ്ങളുടെയും മനസ്സിലുണ്ട്. ജന്മപാപത്തിന്റെ മനോഹരമായ ഒരു നിഴലാട്ടം ഞാൻ നിങ്ങൾക്ക് നൽകിയെന്ന് മാത്രം. ഇനി ഒരുപക്ഷെ ചോദ്യോത്തരവേള വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ അവിടെ വിടുകയാണ്. സകല മനുഷ്യരും പാപികളാണ്. ജന്മനാൽ മനുഷ്യൻ പാപികളാണ്. ജീവിക്കുമ്പോൾ മനുഷ്യന്റെ ചിന്തകളിൽ, പ്രവൃത്തികളിൽ അവൻ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധിക്ക് നിരക്കുന്നതായി എന്റെ ജീവിതത്തിൽ പാപമില്ല എന്ന് പറയുവാൻ ആർക്ക് കഴിയും? സുബോധമുള്ള ആർക്കും കഴിയുകയില്ല. സകല മനുഷ്യരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു. പാപത്തിന്റെ പരിണിത ഫലം എന്താണ്? പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, അഥവാ നിത്യനരകമത്രേ എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. ആ കാര്യത്തിൽ നിങ്ങളും എന്നോടുകൂടി യോജിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. പാപത്തിന്റെ ശിക്ഷ നിത്യമായ മരണമാണ്. മരണം എന്ന് പറഞ്ഞാൽ എന്താ? മരണം എന്ന് പറഞ്ഞാൽ വേർപാട്. ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ എന്റെ മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ടു, ഞാൻ എന്റെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും വേർപെട്ടു, ഞാൻ എന്റെ സമൂഹത്തിൽ നിന്ന് വേർപെട്ടു, ഞാനങ്ങ് വേർപെടുകയാണ്. അതാണ് മരണം. നിത്യമായ മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നിത്യമായി മരിക്കുന്ന മനുഷ്യൻ. എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിത്യമായി മരിക്കുന്നത്? വെളിച്ചത്തിനും ഇരുട്ടിനും ഒന്നിച്ച് ജീവിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം വെളിച്ചമാണ്, ദൈവം പരിശുദ്ധനാണ്. വെളിച്ചമായ ദൈവത്തിന്റെ അടുത്ത് ഒരിത്തിരി ഇരുട്ട് പോലും ഇരിക്കാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ പാപം ചെയ്യുന്ന ഓരോ മനുഷ്യനും നിത്യമായ നരകത്തിന്റെ കവാടത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുക എന്നതാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു സത്യം. ഈ മരണത്തിൽ നിന്ന് എന്നെ ആർ രക്ഷിക്കും എന്ന ചോദ്യം, ഈ ചോദ്യമാണ് നൂറ്റാണ്ടുകളായി മതങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അസത്തോമ സദ്ഗമയ എന്ന് മുനിമാർ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അസത്യത്തിൽ നിന്ന് തന്നെ സത്യത്തിലേക്ക് നയിക്കണമേ എന്നവർ പ്രഖ്യാപിക്കുകയാണ്. ഏത് മതങ്ങൾ എടുത്തു നോക്കുക, എല്ലാ മതത്തിന്റെയും കാതലായ ഉദ്ദേശം ഇതാണ്. അസത്യത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് എന്നെ ആർ രക്ഷിക്കും എന്ന ചോദ്യമാണ് സകല മതങ്ങളുടെയും അന്തസത്തയിൽ ഒളിഞ്ഞുകിടക്കുന്ന ചോദ്യം എന്ന് നമുക്ക് കാണാൻ കഴിയും. ആർ ഇവനെ രക്ഷിക്കാൻ കഴിയും? പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ ആർക്ക് കഴിയുമെന്ന ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ചിലർ പറയും, സൽക്കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിലർ പറയും. ചിലർ പറയും ദാനധർമ്മം ചെയ്താൽ, സക്കാത്ത് കൊടുത്താൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറയും. ചിലർ പറയും പ്രാർത്ഥന ചെയ്യണം, ഇത്ര സമയം ഒരു ദിവസം പ്രാർത്ഥിക്കണം, പ്രാർത്ഥന ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. മറ്റു ചിലർ പറയും നിങ്ങൾക്ക് ആ ദൂരദേശങ്ങളിൽ പിൽഗ്രിമേജിന് പോവുക, അഥവാ നിങ്ങൾ തീർത്ഥാടനത്തിന് പോവുക, അങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇങ്ങനെ അനേക വിധമായ ചിന്താധാരകൾ മതങ്ങളിലൂടെ ഉടലെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ചിന്താധാരകളെല്ലാം ഒരു തരത്തിൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ചിന്തയെ ഒരു നിമിഷം നിങ്ങളുടെ തലയിൽ ദൈവം തന്നിട്ടുള്ള യുക്തിയിലേക്ക് ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ. ദൈവത്തിന്റെ മുൻപിൽ പാപം ചെയ്ത് നിത്യമായ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ രക്ഷിക്കാൻ ഈ ഭാഗത്ത് നിൽക്കുന്ന ദാനധർമ്മത്തിന് കഴിയുമോ? ദാനധർമ്മത്തിന് കഴിയുമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പണമുള്ള മനുഷ്യന് അത് കൊടുക്കാൻ കഴിയും. പോക്കറ്റിൽ പൈസ ഇല്ലെങ്കിൽ അവനെങ്ങനെ രക്ഷപ്പെടും? ദാനധർമ്മം കൊണ്ട് മാത്രം മനുഷ്യൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ദൈവം കൈക്കൂലിക്കാരനാണെന്ന് പറയേണ്ടതായി വരും. മാറ്റി നിർത്തുക, അടുത്ത ആളെ എടുക്കുക. തീർത്ഥാടനം ചെയ്താൽ രക്ഷപ്പെടുമോ? തീർത്ഥാടനം ചെയ്താൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പാപത്തിന്റെ ശമ്പളമായ മരണം മനുഷ്യന്റെ മുൻപിൽ നിൽക്കുക. മനുഷ്യൻ പറയാ, ഞാനേ ഇന്ന സ്ഥലത്ത് പൊക്കോളാം, നീ എന്നെ രക്ഷിക്കണം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിത്യമായ മരണമെന്ന ആത്മീക പ്രശ്നത്തിന് ഭൗതികമായ തീർത്ഥാടനം മറുപടിയാകുന്നത് എങ്ങനെ? നിങ്ങളൊന്ന് ഉറക്കെ ചിന്തിച്ചു നോക്കുക. മതങ്ങളെയൊക്കെ ഒരു നിമിഷം മാറ്റിവെക്കുക, ഒന്നുറക്കെ ചിന്തിച്ചു നോക്കുക. നിത്യമായ മരണമെന്ന ആത്മീക പ്രശ്നത്തിന് തീർത്ഥാടനമെന്ന, അല്ലെങ്കിൽ സക്കാത്തെന്ന, അല്ലെങ്കിൽ നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ, ഈ കാണുന്ന നാം പറയുന്ന ഭൗതികമായ പരിഹാരം എങ്ങനെ നൽകാൻ കഴിയും? ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം പോലും കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനും പണം കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം പോലും കഠിന തടവിന് വിധിച്ച ഒരു മനുഷ്യനെ
രക്ഷിക്കുവാൻ പണം കൊണ്ട് കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ നീതി ഇന്ത്യൻ പീനൽ കോഡിനേക്കാൾ എത്രയോ മനോഹരമാണ്, മഹത്തരമായിരിക്കണം. നമ്മുടെ ദാനധർമ്മങ്ങൾ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. നമ്മുടെ തീർത്ഥാടനം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. പണം കൊടുത്ത് ദൈവത്തെ പറ്റിക്കാമെന്ന് ആരും കരുതണ്ട. പ്രാർത്ഥന കൊണ്ട് മനുഷ്യനെ നന്നാക്കാൻ കഴിയുമോ? ചെയ്തു പോയ തെറ്റിന് ആര് പരിഹാരം നൽകും? എന്റെ ജന്മപാപത്തിന്, എന്റെ ജീവിതത്തിലുണ്ടാകുന്ന പാപത്തിന്, ഈ പാപങ്ങൾക്കെല്ലാം ആര് പരിഹാരം നൽകും? ചങ്ങമ്പുഴയുടെ ഒരു കവിത എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. പാൽപ്പായസം നൽകുകിൽ സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് നൽകുന്നതെന്തു ദൈവം, കൂതാശയേകുകിൽ കൂസാതെ പാപിയിൽ കൂറുകാട്ടുന്നതെന്തു ദൈവം, രണ്ടു തുട്ടേകുകിൽ ചുണ്ടിൽ ചിരി വരും തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം, കഷ്ടം മതങ്ങളെ നിങ്ങൾ തൻ ദൈവങ്ങൾ നട്ടല്ലൊടിഞ്ഞ നപുംസകങ്ങൾ. എത്രയോ സത്യമാണത്. കൂതാശ നൽകിയാൽ രക്ഷപ്പെടുമെന്ന് പറയുന്ന, രണ്ടു തുട്ടേകിയാൽ ചുണ്ടിൽ ചിരി വരുന്ന, പാൽപ്പായസം നൽകിയാൽ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്ന കൈക്കൂലിക്കാരനല്ല ദൈവം. നിത്യനായ ദൈവം, സർവത്തിനും ഉയർന്നവനായ ദൈവം. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് കഴിയുകയില്ല എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പിന്നെന്തിനു കഴിയും? മനുഷ്യനെ രക്ഷിക്കാൻ പിന്നെന്തിനാണ് കഴിയുന്നത്? കർമ്മങ്ങൾ കൊണ്ട് കഴിയുകയില്ല എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പിന്നെന്തിനു കഴിയും? മനുഷ്യനെ രക്ഷിക്കാൻ പിന്നെന്തിനാണ് കഴിയുന്നത്? മനുഷ്യനെ രക്ഷിക്കുവാൻ സ്വന്തം പ്രവൃത്തി കൊണ്ട് കഴിയാതായപ്പോൾ, മനുഷ്യനെ രക്ഷിക്കുവാൻ സ്വന്തം കർമ്മപദ്ധതികൾക്ക് കഴിയാതായപ്പോൾ ദൈവം തന്നെ ഒരു മാർഗമുണ്ടാക്കുകയാണ്. മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യന് കഴിയാതായപ്പോൾ, ഒന്ന് ആലോചിച്ച് നോക്കുക, നീന്തലറിയാത്ത ഒരാള് ഒരു ആഴക്കടലിൽ പോയി വീണു. ആഴക്കടലിൽ പോയി വീണ് നീന്തലറിയാൻ കഴിയാത്തൊരു മനുഷ്യനോട് കരക്കിരുന്ന് പറയാണ്, കുട്ടാ നീ പ്രാർത്ഥിക്കണം, ഇങ്ങനെ പോയാൽ പറ്റില്ല, നീ പ്രാർത്ഥിക്കണം, ദൈവം രക്ഷിക്കും. അല്ലെങ്കിൽ പറയാ, കുട്ടാ നീ നീന്തൽ ശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? ആ നീന്തൽ ശാസ്ത്രം എന്തെന്നറിയാമോ? ഒരു കൈ ഇങ്ങനെ അടിക്കണം, ഒരു കൈ ഇങ്ങനെ അടിക്കണം, നീ തുഴയണം, കുറെ സാരോപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവനെ രക്ഷിക്കാൻ കഴിയുമോ? അല്ല, നീ ഇനി മരിച്ചാൽ പേടിക്കണ്ട, കുറച്ച് കാശ് കൊണ്ടൊക്കെ കുറച്ച് ചില്ലിത്തുട്ടെറിയുക, അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഇല്ല. ആ മനുഷ്യനെ രക്ഷിക്കുവാൻ ആ മനുഷ്യന് കഴിയുന്നില്ല. അവൻ കൈകാലുകൾ അടിക്കുന്തോറും അവൻ ആഴക്കടലിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനും പാപത്തിന്റെ സാഗരത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവനെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? അവന് തന്നെ കഴിയുന്നില്ല. ഇനി വേറെ ആർക്കെങ്കിലും പറ്റുമോ? എനിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയുന്നില്ല, പിന്നെ ആർക്ക് പറ്റും? വേറൊരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുമോ? ഇല്ലേ, ഇല്ല. പണ്ട് തൃശ്ശൂരിൽ നടക്കുമ്പോൾ എന്റെ ഒരു പത്രപ്രവർത്തകൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ ആ പത്രപ്രവർത്തകൻ എന്നോട്, ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഒരാളിങ്ങനെ രാഷ്ട്രീയ പിരിവുകാരന് ഒരു ബക്കറ്റും കൊണ്ട് വന്നോടൻ ആ പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ സുഹൃത്തെ, ഒരു തെണ്ടി വേറെ തെണ്ടിയോട് ഇരക്കരുത് എന്ന് വെച്ചാൽ, ഒരു തെണ്ടി വേറൊരു തെണ്ടിയോട് ഇരക്കരുത് എന്ന് വെച്ചാൽ, ഞാനും തെണ്ടിയാ നീയും തെണ്ടി, രണ്ടുപേരുടെയും പൈസ ഇല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരക്കാതിരിക്കാം. ചുരുക്കം പറഞ്ഞാൽ, മനുഷ്യനെ രക്ഷിക്കുവാൻ സ്വയം കഴിയുന്നില്ല, മനുഷ്യനെ രക്ഷിക്കുവാൻ മറ്റൊരു മനുഷ്യനും കഴിയുകയില്ല, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. വേദപുസ്തകത്തിലെ പ്രഖ്യാപനം. മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യന് കഴിയാതായപ്പോൾ, മനുഷ്യനെ രക്ഷിക്കാൻ മറ്റു മനുഷ്യർക്ക് കഴിയാതായപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുന്നതാണ് വേദപുസ്തകത്തിൽ അതിമനോഹരമായ സത്യം. ദൈവം മനുഷ്യനായി അവതരിച്ചു. ഇത് പറയുമ്പോൾ ചിലരുടെ ചുണ്ടിൽ ചിരി പടരുന്നത് എനിക്ക് കാണാം. ദൈവം മനുഷ്യനായി അവതരിച്ചെന്ന് പറഞ്ഞാൽ, അയ്യ, അതെങ്ങനെ പറ്റും എന്നൊരു പക്ഷെ ചിന്തിക്കും. കാരണം ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അതിന് കാരണം. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം സാരാംശത്തിൽ ഏകത്വമുള്ള മൂന്നാളത്വങ്ങളാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ഏക സത്യ ദൈവമാണ്. പക്ഷേ സാരാംശത്തിൽ ഏകവും ആളത്വത്തിൽ മൂന്നുമായിരിക്കുന്ന ദൈവമാണ്. ഞാനിത് പറഞ്ഞിട്ട് നിങ്ങളെ അല്പം യുക്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ഇത് വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ ഒരൊറ്റ വാചകം കൊണ്ടത് വ്യക്തമാക്കാം. ദൈവം ദൈവമായിരിക്കണമെങ്കിൽ ദൈവത്തിൽ ബഹുത്വമുണ്ടായിരിക്കണം. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. ദൈവം ദൈവമായിരിക്കണമെങ്കിൽ ദൈവത്തിൽ ബഹുത്വം ഉണ്ടായേ തീരൂ. ഇനിയൊരു ഉദാഹരണം പിടിച്ചോളൂ. ദൈവം സ്നേഹവാനാണെന്ന് നമ്മളെല്ലാവരും സമ്മതിക്കും. കരുണവാനാണ്, സ്നേഹവാനാണ്, ഇതെല്ലാവരും നമ്മൾ സമ്മതിക്കും. എല്ലാ നല്ല സ്വഭാവത്തിന്റെയും അടിസ്ഥാന സ്വഭാവവിശേഷമാണ് സ്നേഹം. അതുകൊണ്ട് ദൈവം സ്നേഹവാനാണെന്ന് എല്ലാവരും സമ്മതിക്കും. ദൈവം സ്നേഹവാനാണെങ്കിൽ എന്നു മുതലാ ദൈവം സ്നേഹവാനായത്? എന്നു മുതലാ ദൈവം സ്നേഹവാനായത്? ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചപ്പോഴാണോ സ്നേഹവാനായത്?
ദൈവം ജീവികളെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് സ്നേഹവാനായത്. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ സ്നേഹവാനായിരിക്കാൻ കഴിയില്ല. മറ്റൊരാളുമായുള്ള ബന്ധത്തിൽ ഇറ്റ് ഈസ് എ റിലേറ്റീവ് ടേം. മറ്റൊരാളുമായുള്ള ബന്ധത്തിലാണ് സ്നേഹമിരിക്കുന്നത്. അപ്പൊ ദൈവം മനുഷ്യനെയും ഇതര സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് സ്നേഹമായിരുന്നോ? അല്ലെന്ന് പറയോ? അല്ലാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദൈവത്തിന് സൃഷ്ടി വേണ്ടി വന്നു ദൈവം പൂർണ്ണമാകുവാൻ. സൃഷ്ടി ഉണ്ടായപ്പോഴാണ് സ്നേഹം എന്നൊരു സ്വഭാവം ദൈവത്തിന് കിട്ടിയെന്ന് പറയേണ്ടി വരും. അത് പറ്റോ? ദൈവത്തിന് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവോ? ഉണ്ടാവില്ല. ദൈവം പൂർണ്ണനാണ്. ദൈവം പൂർണ്ണനാണെങ്കിൽ സ്നേഹമെന്ന സ്വഭാവം ദൈവത്തിനുണ്ടാവണം. സ്നേഹമെന്ന സ്വഭാവം ദൈവത്തിനുണ്ടാവണമെങ്കിൽ ദൈവത്തിൽ തന്നെ ബഹുത്വമുണ്ടാകണം. 1994 പാലക്കാട് വെച്ച് ഞാൻ ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി. ഇന്ന് വരെ എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. ഇന്നും ഞാൻ ആ ചോദ്യം വിട്ടു തരികയാണ്. ദൈവം സ്നേഹവാനാണെങ്കിൽ ദൈവത്തിൽ ബഹുത്വമുണ്ടായേ തീരൂ. അങ്ങനെയുള്ള ദൈവത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യനായി യേശുക്രിസ്തു അവതരിക്കുകയാണ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിക്കുകയാണ്. ഭൂമിയിലേക്ക് യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചുവെന്ന് ഖുർആനും വളരെ വ്യക്തമാക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ കന്യകാജനനത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സൂറ 3:45-47 വളരെ വ്യക്തമായി യേശുക്രിസ്തു കന്യകയിലൂടെ ജനിച്ചുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഞാനതിൽ കൂടുതൽ കടക്കുന്നില്ല. എന്തിന് കന്യകാജനനം എന്ന ഒറ്റ ചോദ്യത്തിന് മറുപടി പറയാം. യേശുക്രിസ്തു കന്യകയിലൂടെ അല്ല ജനിച്ചിരുന്നതെങ്കിൽ യേശുക്രിസ്തുവും പാപത്തിൽ ജനിച്ചുവെന്ന് വന്നേനെ. അതുകൊണ്ടാണ് കന്യകയിലൂടെ യേശുക്രിസ്തു ജനിച്ചത്. യേശുക്രിസ്തു കന്യകയിലൂടെ ജനിച്ചു. അതിനുശേഷം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായിട്ട് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. സൂറ 5 ആയത്ത് 110, 19 ആയത്ത് 30-16, സൂറ 86 ആയത്ത് 85. നിങ്ങൾ നോക്കുക, ഖുർആനുടനീളം നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. യേശുക്രിസ്തു കന്യകയിലൂടെ ജനിച്ചു, യേശുക്രിസ്തു അത്ഭുതം ചെയ്തു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. യേശുക്രിസ്തു നിത്യനാണെന്നും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് പുതുമയായിരിക്കും. യേശുക്രിസ്തു നിത്യനാണെന്നും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നേ നോക്കുക, സൂറ 4 ആയത്ത് 171. യേശുക്രിസ്തു ദൈവത്തിന്റെ വചനമാണെന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സൂറ 4 ആയത്ത് 171 യേശുക്രിസ്തു ദൈവത്തിന്റെ വചനമാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ദൈവത്തിന്റെ വചനം നിത്യമാണോ അതോ ടെമ്പററി ആണോ? ദൈവത്തിന്റെ വചനം നിത്യമാണെന്ന് ഖുർആൻ സമ്മതിക്കുമ്പോൾ, യേശുക്രിസ്തു വചനമാണെന്ന് ഖുർആൻ പറയുമ്പോൾ, യേശുക്രിസ്തു നിത്യനാണ് എന്ന് ഖുർആൻ സമ്മതിക്കുകയാണ്. നിത്യനായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി ജനിച്ച് കന്യകയിലൂടെ ഉത്ഭൂതനായി ഈ ലോകത്തിൽ പരിശുദ്ധനായി ജീവിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതം അത് ഏറ്റവും പരിശുദ്ധിയുള്ള ജീവിതമായിരുന്നു. അവന്റെ ശത്രുക്കൾ പോലും അവനിൽ പാപമുണ്ടെന്ന് പറയാൻ കഴിഞ്ഞില്ല. നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഒരു വാക്കും ഉരിയില്ല, ഒരൊറ്റ ശബ്ദം പൊന്തിയില്ല, ഒരു കൈ പോലും നീണ്ടില്ല. യേശുക്രിസ്തു പരിശുദ്ധനാണെന്ന് അവ സമ്മതിക്കുകയാണ്. പരിശുദ്ധനായ ദൈവം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് താൻ ദൈവമാണെന്ന് യേശുക്രിസ്തു തെളിയിക്കുകയാണ്. തന്റെ വാക്കുകളിലൂടെ താൻ ദൈവമാണെന്ന് അവൻ തെളിയിക്കുകയാണ്. ഒടുവിൽ യേശുക്രിസ്തു മനുഷ്യപാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ ഒരു യാഗം അർപ്പിക്കപ്പെടുകയാണ്. യാഗം എന്നാൽ എന്താണ്? നമുക്കറിയാം, മുസ്ലിം സമുദായത്തിനും ധാരാളം യാഗങ്ങളുണ്ടല്ലോ. മിക്കവാറും എല്ലാ ലോക സംസ്കാരങ്ങളിലും യാഗങ്ങളുള്ളതാണ്. യാഗം എന്നാൽ എന്താണ്? പാപിയായ ഒരു മനുഷ്യന്റെ പ്രായശ്ചിത്തമായി, ആ പാപിക്ക് പകരമായി ഒരു വ്യക്തി ഒരാടോ മൃഗമോ എന്താണെങ്കിലും അർപ്പിക്കപ്പെടുന്നതാണ് യാഗം. അപ്പോൾ ഒരു പാപിയായ മനുഷ്യന്റെ പശ്ചാത്താപത്തിന്റെ അടയാളമായിട്ടാണ് യാഗം അർപ്പിക്കുന്നത്. പാപിയായ മനുഷ്യന്റെ പശ്ചാത്താപത്തിന്റെ അടയാളമായി യാഗം അർപ്പിക്കപ്പെടുകയാണ്. ഇന്നസെന്റായ നിഷ്കളങ്കമായ ഒരു ജീവി അർപ്പിക്കപ്പെടുന്നു. ഇതാണ് യാഗത്തിന്റെ അർത്ഥം. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണെന്ന് വേദപുസ്തകം പറയുന്നു. പാപികളെ രക്ഷിക്കുവാൻ യേശുക്രിസ്തു ഒരു യാഗമായി അർപ്പിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു യാഗമായി അർപ്പിക്കപ്പെടേണ്ടതായി വന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. സാധാരണ ഒരു മൃഗത്തെ യാഗം അർപ്പിച്ചെന്ന് കരുതുക. ഞാൻ ഇന്ന് ഇതുവരെയുള്ള എന്റെ പാപത്തിന്റെ പരിഹാരമായി ഒരു മൃഗത്തെ അർപ്പിക്കുന്നു. ഇതർപ്പിച്ചിട്ട് നാളെ രാവിലെ ഞാൻ വേറൊരു പാപം ചെയ്താൽ ഞാൻ എന്ത് ചെയ്യണം?
ഇന്നലെ അർപ്പിച്ച മൃഗം പോരാ, വേറൊരു മൃഗം കൊണ്ട് അർപ്പിക്കണം. അത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് ഞാൻ വേറൊരു പാപം ചെയ്താൽ രാവിലെ അർപ്പിച്ച യാഗം പോരാ, വേറൊരു യാഗം അർപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും, ലോകത്തിലുള്ള സകല മനുഷ്യരും നമ്മുടെ ചെയ്യുന്ന ഒരു ദിവസം ചെയ്യുന്ന പാപം തന്നെ എത്രയാണെന്ന് നമുക്കറിയാം. ഇങ്ങനെ നമ്മൾ ജീവിതം മുഴുവൻ ചെയ്യുന്ന പാപത്തിന് ഓരോ യാഗം അർപ്പിക്കാൻ തുടങ്ങിയാൽ ലോകത്ത് ഒരു മൃഗം ഉണ്ടാവില്ല. ലോകത്തുള്ള യാഗങ്ങൾ അത് നശ്വരമാണ്. യാഗം അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ യാഗവസ്തു നശിക്കുന്നു, അത് ചത്തുപോകുന്നു. അതുകൊണ്ട് അത് നിത്യമായ യാഗമല്ല, നിത്യമായ പരിഹാരമല്ല. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ അവനൊരു യാഗമായി അർപ്പിക്കപ്പെട്ടു. ആ യാഗവസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ അത് നിത്യമായ യാഗമായി തീരുന്നു. കാര്യം പിടികിട്ടിയോ? വേദപുസ്തകം അത് വളരെ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, യുക്തിസഹമായി മനസ്സിലാക്കാൻ കഴിയും. കെട്ടുകഥയല്ല വേദപുസ്തകം. വളരെ യുക്തിസഹമായി ദൈവത്തിന്റെ ബുദ്ധിമൂശയിൽ ഉരുത്തിരിഞ്ഞ അതിമനോഹരമായ രക്ഷാപദ്ധതിയാണ് വേദപുസ്തകം. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. എന്നിട്ട് പാപികളായ മനുഷ്യരുടെ പാപം സ്വന്തം ശിരസിലേറ്റുകൊണ്ട് കാൽവരി ക്രൂശിൽ ഒരു യാഗമായി അവൻ അർപ്പിക്കപ്പെടുകയാണ്. യാഗമായി അവൻ അർപ്പിക്കപ്പെട്ടിട്ട് സർവ്വലോകത്തിന്റെയും പാപം അവന്റെ മേൽ വെച്ചിട്ട് അവൻ നിത്യമായി അത് മരിച്ച് അവൻ പാപത്തിന്റെ പരിഹാരമായ നിത്യമരണം സ്വന്തം ശിരസിൽ ഏറ്റെടുത്ത് അവൻ അതിനുശേഷം മൂന്നാം നാൾ മരിച്ചടക്കപ്പെട്ട യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. സൂറ 19:33-34 ഞാൻ ജനിച്ച ദിവസവും ഞാൻ മരിക്കുന്ന ദിവസവും പുനരുത്ഥാനം ചെയ്യപ്പെടുന്ന ദിവസവും എന്റെ മേൽ സമാധാനം. യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ് ഞാൻ ഖുർആനിൽ നിന്ന് വായിച്ചത്. ഞാൻ ജനിച്ച ദിവസവും ഞാൻ മരിക്കുന്ന ദിവസവും പുനരുത്ഥാനം ചെയ്യപ്പെടുന്ന ദിവസവും എന്റെ മേൽ സമാധാനം. സൂറ എഴുതിയെടുക്കുന്നവർ എഴുതിയെടുത്തോളൂ. സൂറ 19:33-34 ഖുർആൻ തന്നെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. യേശുക്രിസ്തു മരിക്കും, ഉയർത്തെഴുന്നേൽക്കും. വളരെ വ്യക്തമായി ഖുർആൻ പോലും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതര ഭാഗത്ത് ഖുർആൻ മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഖുർആൻ പോലും വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണെന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു. നിത്യമായ യാഗമായി യേശുക്രിസ്തു നിൽക്കുകയാണ്. അപ്പോൾ ഇനി പാപമോചനത്തിന് എന്താണ് വഴി? ചിലർ പറയുന്നുണ്ട്, ക്രിസ്ത്യാനികളായിട്ട് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊരു വാക്ക് പറയട്ടെ. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് ധരിച്ചു വെച്ചാൽ അബദ്ധമാണ്. വേദപുസ്തകം പ്രഖ്യാപിക്കുന്ന കാര്യമല്ലാതെ പിന്നെന്താ വേദപുസ്തകം പറയുന്നത്? വേദപുസ്തകം പറയുന്നത് യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്ന് വെച്ചാൽ എന്താ? യേശുക്രിസ്തു എന്ന നിത്യമായ യാഗം കാൽവരി ക്രൂശിൽ വെച്ചിരിക്കുന്നു. മനുഷ്യന്റെ പാപത്തിൽ നിന്ന് പരിഹാരം നൽകാൻ അവൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം താൻ പാപിയാണെന്ന പശ്ചാത്താപം അവനുണ്ടാകണം. ഒന്നാമതായിട്ട്, കർത്താവേ ഞാൻ പാപിയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപിയാണല്ലോ ഞാൻ, എന്റെ ജീവിതം പാപത്തിലാണല്ലോ ജീവിക്കുന്നതെന്നുള്ള ആ പശ്ചാത്താപം മനുഷ്യനുണ്ടാകണം. രണ്ടാമതായിട്ട്, പശ്ചാത്താപത്തിൽ നിന്നുള്ള മാനസാന്തരം അവനിലുണ്ടാകണം. പാപിയായ ഞാൻ ഇനി പാപത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനിതാ തിരിയുന്നു, എന്റെ ജീവിതം ഞാനിതാ തിരിക്കുന്നു എന്ന് പറഞ്ഞ് പാപത്തിൽ നിന്ന് തിരിയുന്ന ഒരു മാനസാന്തരത്തിന്റെ അനുഭവം അവനിലുണ്ടാകണം. പാപത്യായ മനുഷ്യൻ ഒന്നാമത് പശ്ചാത്താപം, രണ്ടാമത് മാനസാന്തരം, മൂന്നാമതായിട്ട് എന്റെ പാപത്തിൽ നിന്ന് എന്നെ നിത്യമായിട്ട് രക്ഷിക്കുവാൻ, എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സകല പാപത്തിന്റെയും പരിഹാരമായി നിത്യമായ ഒരു യാഗം അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ നിത്യയാഗത്തിൽ ശരണപ്പെട്ടാൽ എന്റെ പാപത്തിന് പരിഹാരമുണ്ടാകും എന്ന വിശ്വാസം, എന്റെ പാപത്തിന്റെ പരിഹാരമായി യേശുക്രിസ്തു യാഗമായി അർപ്പിക്കപ്പെടുകയും ആ യാഗം നിത്യമായി നിലനിൽക്കുന്നത് കൊണ്ട് എന്റെ സകല പാപത്തിന്റെയും പരിഹാരം യേശുക്രിസ്തുവിലുണ്ട് എന്നുള്ള വിശ്വാസം. ഒന്ന് പശ്ചാത്താപം, രണ്ട് മാനസാന്തരം, മൂന്ന് വിശ്വാസം. പോരാ, ഈ വിശ്വാസം അതൊരു കരാറായിട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുക എന്ന് വേദപുസ്തകം റോമർ 10:9.
ഈ വിശ്വാസം ദൈവസന്നിധിയിൽ ഒരു കരാറായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കണം. എന്തിനപ്പോ ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ തൃശ്ശൂർക്കാരൻ, അപ്പൊ ഇടയ്ക്കൊരു തൃശ്ശൂർ ഭാഷയും പറഞ്ഞു തന്നവരും. എന്തുട്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്? എന്തിനപ്പോ ഇങ്ങനെയൊക്കെ പറയണത്? ഇത് പറയുന്നതിന് കാരണമുണ്ട്. പാപം എന്ന് പറഞ്ഞാൽ എന്താ? പാപം ആരംഭിച്ചത് ഏദൻ തോട്ടത്തിൽ വെച്ചാ. ഏദൻ തോട്ടത്തിൽ വെച്ച് എന്താ പാപം? ദൈവം ഒരു കൽപ്പന കൊടുത്തു. ഈ കൽപ്പനയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഈ പിശാച് ചെയ്യണത് കേട്ടോളാം, നീ ഒന്ന് എന്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് ദൈവത്തോട് നോക്കി പുറംതിരിഞ്ഞ് നടക്കുന്നതാണ് പാപം. അങ്ങനെയാണെങ്കിൽ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കണമെങ്കിൽ നീ ഏദൻ തോട്ടത്തിൽ പറഞ്ഞ കാര്യം നേരെ തിരിച്ചു പറയണം. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തോട് നീ മടുത്തെങ്കിൽ തിരിച്ച് നീ ഇവിടെ ഇപ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ, പാപിയായ എന്നെ രക്ഷിക്കണമേ, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് അവന്റെ കാൽപ്പാദത്തിൽ നിന്റെ ജീവിതം സമർപ്പിക്കണം. അതുകൊണ്ടാ പറയുന്നത് വായു കൊണ്ട് ഏറ്റു പറയണം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം തന്നെ ഞാൻ എന്റെ സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളത് മേടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ രണ്ടു കൂട്ടരും മനസ്സിൽ വെച്ചോണ്ടിരുന്ന കരാറാവൂല. രണ്ടുപേരും മനസ്സിൽ വെച്ചാൽ അത് കരാറാവൂല. കരാർ പിന്നെ എങ്ങനെയാവുക? രണ്ടുപേരും എക്സ്പ്രസ് ആയിട്ട് അത് എഴുതി കൊടുക്കണം. അപ്പോ ദൈവവുമായിട്ടൊരു കരാറിൽ ഏർപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ദൈവത്തോട് നിങ്ങൾ കരാറിൽ ഒപ്പിടണം. അത് ലോകത്തെ അറിയിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് പിശാചിനോടുള്ള സാക്ഷ്യം കൂടെയാണ്. പിശാചെ, ഏദൻ തോട്ടത്തിൽ വെച്ച് ഞാൻ നിന്റെ വാക്ക് കേട്ടു, നീയാണ് എന്റെ കർത്താവ്, ഞാൻ ഏദൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞു, ഞാനിതാ ഇപ്പോൾ അത് തിരുത്തുന്നു. യേശുക്രിസ്തുവാണ് എന്റെ കർത്താവ്. പിശാചിനോട് വിട പറഞ്ഞ് ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് പിശാചിനെ വലിച്ചെറിഞ്ഞ് ദൈവത്തെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ വാഴിക്കുന്നതാണ്. അതാണ് കരാർ. ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കൊന്ന് ചിന്തിക്കുക. ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ നാം എല്ലാവരും പാപികളാണ്. ആദ്യ മനുഷ്യരിൽ നിന്ന് നാം എല്ലാവരും പാപത്തിലാണ് ജനിച്ചത്. പാപിയായ നാം നിത്യമായ നരകത്തിലേക്ക് ചൂടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മെ രക്ഷിക്കുവാൻ മതങ്ങൾക്കോ മതകർമ്മങ്ങൾക്കോ കഴിയുകയില്ല. നമ്മെ രക്ഷിക്കാൻ ആർക്കും കഴിയുകയില്ല. നിത്യമായ നരകത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന നാം, നമ്മെ രക്ഷിക്കുവാൻ ദൈവം തന്നെ ഒരു മാർഗമൊരുക്കി. ദൈവം ഭൂമിയിൽ അവതരിച്ച് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി നിത്യമായ ഒരു യാഗം അർപ്പിച്ചു. അവൻ നിത്യമായ യാഗമായതുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റുന്ന ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. ഇന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ അവന് കഴിയും. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും നമ്മുടെ രക്ഷയ്ക്കില്ല എന്ന് പറയാൻ കാരണം. അല്ലാതെ വേദപുസ്തകത്തിന് കുറെ നസ്രാണികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അവൻ മാത്രം സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടല്ല. ക്രിസ്ത്യാനികളെല്ലാം സ്വർഗത്തിൽ പോകുമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, വേദപുസ്തകം പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിനെ കർത്താവായി അംഗീകരിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവനം വെക്കാത്ത, യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ കർത്താവെ, പാപിയായ ഞാനിതാ വരുന്നു, മാനസാന്തരത്തോടെ, പശ്ചാത്താപത്തോടെ, വിശ്വാസത്തോടെ അവന്റെ കാൽപ്പാദങ്ങളിൽ ജീവിതം സമർപ്പിക്കാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ദൈവം, ഗോഡ് ഈസ് ഇംപാർഷ്യൽ. ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ എന്ന് വേദപുസ്തകം പറയുന്നു. അതാണ് സത്യം. ദൈവം ക്രിസ്ത്യാനിയല്ല, ദൈവം മുസ്ലിമല്ല, ദൈവം ഹിന്ദുവല്ല. ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് മതമില്ല. അങ്ങനെയെങ്കിൽ മതത്തിന് അതീതനായ ദൈവം, കാലത്തിന് അതീതനായ ദൈവം, സമയത്തിന് അതീതനായ ദൈവം, ഈ ദൈവത്തിന്റെ പ്രമാണത്തിന് മറുപടി ആർക്ക് പറയാൻ കഴിയും? പാപിയായ മനുഷ്യൻ നിത്യമായി മരിക്കണമെന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രമാണം, പാപിയായ മനുഷ്യന് പ്രകാശമായ വെളിച്ചമായ ദൈവത്തിന്റെ അടുത്ത് വരാൻ കഴിയുകയില്ല എന്ന വേദപുസ്തകത്തിന്റെ പ്രമാണം, ദൈവപ്രമാണം. ഈ ദൈവപ്രമാണത്തിൽ നമ്മെ രക്ഷിക്കുവാൻ, ഈ ദൈവപ്രമാണത്തിലേക്ക് നമ്മെ നയിക്കാൻ ആർക്ക് കഴിയും? എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാര്യം സത്യമാണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ ഈ തീരുമാനമെടുക്കുക. ഈ സത്യം എനിക്കൊരു പക്ഷേ ഇതുവരെ അറിയുമായിരുന്നില്ല, ഇതെന്നോട് ആരും ഇതുവരെ പറഞ്ഞില്ല. കുറഞ്ഞപക്ഷം ഈ സത്യം ഒന്ന് അന്വേഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ തീരുമാനിക്കുന്നു. അല്ല, ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലായി ഉറപ്പുണ്ടെങ്കിൽ കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്റെ പാപത്തെ ക്ഷമിക്കണമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നൊരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. ദൈവം ഒന്നേയുള്ളൂ. ആ ദൈവം സത്യാന്വേഷിയെ അനുഗ്രഹിക്കുന്നു. സർഗാത്മകമായ സമീക്ഷയെ അവനെന്നും ഇഷ്ടപ്പെടുന്നു. നിങ്ങളിൽ സത്യാന്വേഷികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം ഈ അവസരം നിങ്ങളുടേതാണ്. നിങ്ങളുടെ ഹൃദയം തുറന്ന്
കർത്താവെ എന്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരും. ഞങ്ങൾ ഇവിടെ വരുന്നത് ഞങ്ങളെ ആരും പറഞ്ഞു വിട്ടിട്ടല്ല. ഞാനൊരു ജോലി ചെയ്യുന്ന മനുഷ്യനാണ്, ഇത് മാത്രമായിട്ട് നടക്കുന്ന മനുഷ്യരല്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ഈ സത്യം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി, ഞങ്ങളുടെ ജീവിതത്തിൽ ആശയും സന്തോഷവും നൽകി, ജീവിതത്തിൽ ധാർമ്മിക നിലവാരത്തെക്കുറിച്ചുള്ള ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലായി, അതിനനുസരിച്ച് ജീവിക്കാനുള്ളൊരു സാധ്യതയായി. സർവോപരി ദൈവത്തിന്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ, യേശുക്രിസ്തുവിന്റെ മരണ ഉയർപ്പിനാൽ, കാൽവരി ക്രൂശിലെ നിത്യമായ യാഗത്താൽ പാപമോചനം ലഭിച്ചതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നു നിൽക്കുന്നത്. ഇന്ന് മരിച്ചാൽ, ഈ സ്റ്റേജിൽ ഞാൻ പിടഞ്ഞു വീണ് മരിച്ചാൽ, സ്വർഗത്തിൽ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമെന്നുള്ള ഉറപ്പ് വേദപുസ്തകം നൽകിയിട്ടുണ്ട്. ഞാൻ വലിയൊരു മനുഷ്യനായതുകൊണ്ടോ ഞാൻ വലിയൊരു വിശുദ്ധനായതുകൊണ്ടോ അല്ല അത് പറയുന്നത്. വേദപുസ്തകം വിശ്വസിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. വേദപുസ്തകം ദൈവത്തിന്റെ അരുളപ്പാട് പറയുകയാണ്, പാപിയായ മനുഷ്യൻ കർത്താവിൽ ശരണപ്പെട്ട് തന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ അവന് നിത്യമായി, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടാൽ അഥവാ ദൈവത്തിന്റെ മകനായാൽ അവൻ ദൈവത്തിന്റെ മകനാകും മകളാകുമെന്നാണ് ദൈവം പറയുന്നത്. മകൻ സ്കൂൾ വിട്ട് അവിടെ പോവും, കുറച്ചേരം കളിക്കാൻ പോകും, അത് കഴിഞ്ഞ് വീട്ടിൽ വരും അല്ലേ? ഞാൻ സ്കൂൾ വിട്ടാൽ, ഞാൻ ഈ ലോകം വിട്ടാൽ നിത്യമായ എന്റെ ദൈവത്തിന്റെ വീട്ടിൽ ചെല്ലുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വേദപുസ്തകം നൽകുന്ന ഉറപ്പാണത്. ഞാൻ ഇത്രയും പറഞ്ഞ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. സമയത്തിന് 3 മിനിറ്റ് മുമ്പേ ഞാൻ നിർത്തുന്നു. യേശുക്രിസ്തു കർത്താവിന് വേദപുസ്തകം അനിശ്ചിതമായി പ്രഖ്യാപിക്കുകയും പാപിയായ മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു മാർഗവും വേദപുസ്തക പ്രകാരമില്ല, മതഗ്രന്ഥങ്ങളിലൂടെയില്ല, യുക്തിസഹമായി പോലുമില്ല എന്ന പ്രഖ്യാപനം ഒരിക്കൽ കൂടി നന്ദികൊണ്ട് വളരെ ക്ഷമാപൂർവം എന്നെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ചിന്തയിലൂടെ ഈ കാര്യങ്ങൾ കടത്തിക്കൊണ്ടുവന്ന നിങ്ങളോട് ഹൃദയപൂർവ്വം നന്ദി നേർന്നുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മിസ്റ്റർ വർഗീസ് മാളിയേക്കൽ. സുഹൃത്തുക്കളെ, വളരെ ഭംഗിയായി അദ്ദേഹം വിശ്വസിക്കുന്ന ഗ്രന്ഥങ്ങളിലെ ആധികാരികതയെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളത്, പ്രോത്സാഹനം, കൈക്കൊട്ടൽ എന്നിവ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. കാരണം അതെല്ലാം ഒരു പ്രകടനമായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പരിപാടിയുടെ നമ്മളുടെ ഉദ്ദേശം സത്യം ഏതെന്ന് മനസ്സിലാക്കുകയും ആ സത്യത്തിലേക്കുള്ള മാർഗം എന്തെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടം വിട്ടുപോകുക എന്നതാണ്. അതിനായി നിങ്ങൾ സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. അടുത്തതായി ഖുർആന്റെ ദൈവികത എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാൻ MM അക്ബർ സാഹിബിനെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, ബൈബിളിന്റെയും ഖുർആനിന്റെയും ദൈവികതയാണ് വിഷയം. ക്രൈസ്തവ ഇസ്ലാമിക ആദർശങ്ങളെ മുഴുവനും എടുത്തുകൊണ്ട് അപഗ്രഥിച്ച് സംവദിക്കുവാനുള്ള വേദിയല്ല, മറിച്ച് ക്രൈസ്തവ ഇസ്ലാമിക പ്രമാണങ്ങളെ, അവ എത്രത്തോളം ദൈവികമാണ്, ഏതടിത്തറയിലാണ് അവയിലുള്ള വിശ്വാസം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഇവിടെ സംവാദത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ബഹുമാന്യനായ
സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് മേഖലകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനിലേക്ക് ഞാൻ നീട്ടിവെക്കുകയാണ്. ഇവിടെ ഈ വിഷയകമായി എനിക്ക് അവതരിപ്പിക്കുവാനുള്ള ഇസ്ലാമികമായ വീക്ഷണങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ബൈബിളിന്റെയും ഖുർആനിന്റെയും ദൈവികതയെക്കുറിച്ചാണ് നാം സംസാരിക്കേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ മുഴുവനും വിശ്വസിക്കേണ്ടത്, ആ പ്രവാചകന്മാർ മുഴുവനും തന്നെ സത്യസന്ദേശമായി കൊണ്ടാണ് ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്, അവരെല്ലാവരും തന്നെ ജനങ്ങളെ സ്വർഗത്തിന്റെ പാതയിലൂടെ നിത്യജീവന്റെ പാതയിലൂടെ നയിക്കുകയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ നിർബന്ധിതമായ ബാധ്യതയാണ്. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നുവന്ന പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച ആശയങ്ങളിൽ അടിസ്ഥാനപരമായി ഒന്നുതന്നെയായിരുന്നുവെന്നും അവർ ലോകത്തെ മനുഷ്യരെ സത്യമാർഗത്തിലൂടെ നയിച്ചവരായിരുന്നുവെന്നും വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. നോഹ പ്രവാചകൻ മുതൽ യേശുക്രിസ്തു വരെയും ശേഷം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമെല്ലാം ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ച അടിസ്ഥാനപരമായ ആശയം ഒന്നുതന്നെയായിരുന്നു. ഈ പ്രവാചകന്മാർ ലോകത്തിലേക്ക് കടന്നു വന്നത് ജനങ്ങളെ സ്വർഗത്തിന്റെ പാതയിലൂടെ നയിക്കുവാൻ വേണ്ടിയായിരുന്നു, അതല്ലെങ്കിൽ സത്യത്തിന്റെ പാതയിലൂടെ നയിക്കുവാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ കടന്നു വന്ന പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു ഏതൊരു മുസ്ലിം വിശ്വസിക്കുന്നു. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ തന്നെ അയാൾ മുൻപ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ മുഴുവനും വിശ്വസിക്കേണ്ടത് അടിസ്ഥാനപരമായ ബാധ്യതയാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 84-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതാണ്. ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വല്ലസ്ബാത്തി വമാ ഊതിയ മൂസാ വഈസാ വന്നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. അഥവാ നിങ്ങൾ മുസ്ലിമാണ് എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ പറയുക, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സർവാധിനാഥനായ തമ്പുരാനിൽ വിശ്വസിച്ചിരിക്കുന്നു, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു. പോരാ, അബ്രഹാമിന്, ഇസ്ഹാക്കിന്, ഇസ്മായേലിന്, യാക്കോബിന്, യാക്കോബ് സന്തതികൾക്ക്, മോശയ്ക്ക്, യേശുവിന് എന്നുവേണ്ട ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർക്ക് മുഴുവനും അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും കൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് പാടുള്ളതല്ല, കാരണം ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നാണ് മുസ്ലിം പറയാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങൾ മനുഷ്യരെ ഐക്യപ്പെടുത്തുവാനും യോജിപ്പിക്കുവാനും ദൈവിക മാർഗദർശനം അനുസരിച്ച് ജീവിക്കുവാൻ മനുഷ്യരെ പര്യാപ്തമാക്കുവാനും വേണ്ടിയായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് വേദഗ്രന്ഥങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടായത്? എന്തുകൊണ്ടാണ് വേദഗ്രന്ഥങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും ഉണ്ടായത്? അതിനുള്ള ഉത്തരം പരിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 79-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം തുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി ലിയശ്തറൂ ബിഹി സമനൻ ഖലീലൻ. കേവലമായ സ്വച്ഛമായ സ്വാർത്ഥമായ താൽപര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥമെഴുതിയുണ്ടാക്കി അവ ദൈവീകമാണ് എന്ന് പറഞ്ഞവർക്ക് നാശം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോ ചില കാലഘട്ടങ്ങളിൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥമെഴുതിയുണ്ടാക്കി അവ ദൈവീകമാണ് എന്ന് പറയുന്ന ഏർപ്പാട് നിലനിന്നിരുന്നു. അങ്ങനെ അപ്പോ വ്യത്യസ്ത വേദഗ്രന്ഥങ്ങൾ, വൈരുദ്ധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥങ്ങൾ ഉണ്ടാകാൻ കാരണം അതാണ്. പിന്നെയും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിൽ വതക്തുമൂനൽ ഹഖ വഅൻതും തഅലമൂൻ. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 79-ാമത്തെ വചനം. വേദഗ്രന്ഥത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നവരെ, നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്നത്? സത്യം മറച്ചുവെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അഥവാ വേദഗ്രന്ഥങ്ങളിൽ മായമുണ്ടായത്, വേദഗ്രന്ഥങ്ങളിൽ കളങ്കങ്ങൾ ഉണ്ടായത് 2 കാരണങ്ങളാലാണ്. ഒന്ന്, മനുഷ്യരുടെ വചനങ്ങളാകുന്ന അസത്യവും അർദ്ധസത്യവും ദൈവിക വചനങ്ങളുമായി കൂട്ടിക്കുഴച്ചു. 2, സ്വന്തം കൈകൾ കൊണ്ട് വേദഗ്രന്ഥം എന്ന പേരിൽ ഗ്രന്ഥങ്ങൾ സ്വാർത്ഥമായ താൽപര്യങ്ങൾക്ക് വേണ്ടി എഴുതിയുണ്ടാക്കി. ഈ 2 രൂപങ്ങളിൽ വേദഗ്രന്ഥങ്ങളിൽ മായമുണ്ടായി എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്.
അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായി വേദഗ്രന്ഥങ്ങളെ സംരക്ഷിക്കുവാൻ ഉത്തരവാദപ്പെട്ട വേദഗ്രന്ഥങ്ങളുടെ വക്താക്കൾ അവർ വേദഗ്രന്ഥങ്ങൾ സംരക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം അതാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അതിന്റെ സംരക്ഷണമെന്ന ഉത്തരവാദിത്വം പടച്ച തമ്പുരാൻ തന്നെ ഏറ്റെടുക്കുകയാണ്. ആ പരിശുദ്ധ ഖുർആൻ വേദഗ്രന്ഥങ്ങളുടെ മുഴുവനും മുഹൈമിനാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ തന്നെ സ്വയം അവകാശപ്പെടുന്നത്. അഥവാ വേദഗ്രന്ഥങ്ങളിൽ മാനുഷികമായ കരവിരുതുകൾ നടന്നതിനെ വെളിവാക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ സത്യസന്ധമായ ദൈവീകാദർശം ലോകത്തിന്റെ മുന്നിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥമാകുന്നു പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ലോകത്തെ എല്ലാ വേദഗ്രന്ഥങ്ങളിലും അതിന്റെ ശുദ്ധമായ രൂപത്തിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. മോശെ പ്രവാചകന് തോറ എന്ന വേദഗ്രന്ഥം തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ടുവെന്നും യേശുക്രിസ്തുവിന് ഇഞ്ചീൽ അവതരിപ്പിക്കപ്പെട്ടുവെന്നും ദാവീദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് സബൂർ അവതരിപ്പിക്കപ്പെട്ടുവെന്നും അതല്ലാത്ത വേദഗ്രന്ഥങ്ങളും അവതരിപ്പിക്കപ്പെട്ടുവെന്നും അവയെല്ലാം സത്യസമ്പൂർണമായിരുന്നുവെന്നും വിശ്വസിക്കുവാൻ മുസ്ലിം ബാധ്യസ്ഥരാണ്. അങ്ങനെ മുസ്ലിം വിശ്വസിക്കുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരുടെ കരവിരുതുകളിൽ ഇത് മുക്തമായി നിലകൊള്ളുമ്പോൾ ആ പരിശുദ്ധ ഖുർആനിനെ എന്റെ ജീവിതത്തിന്റെ ഏത് രംഗത്തുമുള്ള മാർഗദർശക ഗ്രന്ഥമായി ഞാൻ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? ആ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഒരൊറ്റ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ ദൈവികമാണ് എന്നുള്ളത് കൊണ്ടാണ്. ബാക്കിയുള്ള വേദഗ്രന്ഥങ്ങളിൽ ദൈവിക വചനങ്ങളുണ്ട്, മാനുഷിക വചനങ്ങളുണ്ട്, പൗരോഹിത വചനങ്ങളുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പല രീതിയിൽ പല കാലഘട്ടത്തിൽ എഴുതി ചേർക്കപ്പെട്ട വചനങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അതിൽ മാനുഷികമായ യാതൊരു വചനവുമില്ല, ദൈവിക വചനങ്ങൾ മാത്രമാണുള്ളത്. ഖുർആൻ എന്തുകൊണ്ട് ദൈവികം? എന്തുകൊണ്ട് ഖുർആൻ ദൈവികമാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ബൈബിൾ ദൈവികമാണ് എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കാര്യങ്ങളാണ് നമ്മുടെ ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ടത്. ഈ ഖുർആനിലും ബൈബിളിലുമുള്ള ആശയങ്ങൾ ഓരോന്നും അനലൈസ് ചെയ്യുവാൻ സമയം അപര്യാപ്തമാണ്. ഒന്നാമതായി പരിശുദ്ധ ഖുർആനിൽ മാത്രമേ എനിക്ക് അത് ദൈവികമാണ് എന്ന സ്വയം പ്രഖ്യാപനം കാണുവാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി ഗ്രന്ഥങ്ങളിൽ അവ ദൈവികമാണ് എന്ന് ആ ഗ്രന്ഥങ്ങളുടെ വക്താക്കൾ പറയുന്നത് നമുക്ക് കേൾക്കാം. പക്ഷേ ആ ഗ്രന്ഥങ്ങളിൽ ഇവ പൂർണ്ണമായി ദൈവികമാണ് എന്ന പ്രഖ്യാപനം കാണുവാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് വാസ്തവം. പരിശുദ്ധ ഖുർആനാകട്ടെ ആവർത്തിച്ച് ഇത് ദൈവികമാണ്, സർവ്വലോക രക്ഷിതാവിൽ നിന്നുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആനിലെ 26-ാം അധ്യായം സൂറത്ത് ശുഅറയിലെ 192-ാമത്തെ വചനം ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 32-ാം അധ്യായം സൂറത്ത് സജദയിലെ 1-2 വചനങ്ങൾ അലിഫ് ലാം മീം തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീൻ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തും മുസ്തഖീം തൻസീലുൽ അസീസിർ റഹീം. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് സർവ്വലോക രക്ഷിതാവായ തമ്പുരാനാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റ് ഗ്രന്ഥങ്ങളിലൊന്നും ആ ഗ്രന്ഥങ്ങളല്ലാത്ത മറ്റ് പുസ്തകങ്ങളിലും ആ ഗ്രന്ഥങ്ങളുടെ വക്താക്കളും ഇത് ദൈവികമാണ് എന്ന് ആരോപിക്കാറുണ്ട് എന്നതൊഴിച്ചു നിർത്തിയാൽ സ്വയം പ്രഖ്യാപനം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. രണ്ടാമതായി അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ അതേ രൂപത്തിൽ നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. ഇവിടെ ബഹുമാനനായ സുഹൃത്ത് സൂചിപ്പിക്കുകയുണ്ടായി പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനം പടച്ച തമ്പുരാൻ തന്നെ സംരക്ഷണമെന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആകുന്നു ഈ ഗ്രന്ഥം, ഈ ഉത്ബോധനം അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഉത്ബോധനത്തെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പടച്ച തമ്പുരാൻ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ്. അത് എഴുത്തെഴുതിയ സക്കരിയ ിന്റെയും അതേപോലെ തന്നെ ബാക്കി ക്രൈസ്തവ ഗ്രന്ഥകാരന്മാർ സന്ദർഭത്തിൽ അത് അടർത്തിയെടുത്തുകൊണ്ട് അത് ബൈബിളിനെ കുറിച്ചാണ് എന്ന് വരുത്താൻ ശ്രമിച്ചതിൽ സുഹൃത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അതിന്റെ സംരക്ഷണമെന്ന ഉത്തരവാദിത്വം പടച്ച തമ്പുരാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടെ സുഹൃത്ത് പറഞ്ഞതുപോലെ എല്ലാ വേദഗ്രന്ഥങ്ങളും ഖുർആൻ അംഗീകരിക്കുന്നു.
പക്ഷെ അത് അവതരിപ്പിക്കപ്പെട്ട രൂപത്തിലുള്ള വേദഗ്രന്ഥമാണ് അംഗീകരിക്കുന്നത്. എന്നാൽ അവതരിപ്പിക്കപ്പെട്ട രൂപത്തിലുള്ള ഗ്രന്ഥം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾ പരിശോധിച്ചു നോക്കുക. പരിശുദ്ധ ഖുർആൻ തൗറാത്ത് അംഗീകരിക്കുന്നു, ശരിയാണ്. ഖുർആൻ 5-ാം അധ്യായം സുഹൃത്ത് ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 44-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായി തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന അൻസൽന തൗറാത്ത ഫീഹാ ഹുദൻ വനൂറ. അഥവാ നാം ആകുന്നു തൗറാത്ത് അവതരിപ്പിച്ചത്, അതിൽ സന്മാർഗദർശനവും പ്രകാശവുമുണ്ട്. തോറ, മോശെ പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്ത തോറ, അതിൽ സന്മാർഗദർശനവും പ്രകാശവുമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഏത് തോറ? മോശെ പ്രവാചകന് ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച തോറ. ആ തോറയാണോ ഇന്നത്തെ പഞ്ചപുസ്തകങ്ങൾ? അതിൽ പിൽക്കാലഘട്ടത്തിലൊന്നും കടന്നുകൂടിയിട്ടില്ലേ? പരിശോധിക്കേണ്ടതാണ്. സുഹൃത്ത് പരിശോധിച്ചു നോക്കുക. പണ്ഡിതന്മാർ എഴുതി വെച്ചത് പരിശോധിച്ചു നോക്കുക. എന്തിനധികം ആവർത്തന പുസ്തകത്തിന്റെ 34-ാമത്തെ അധ്യായം ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കുക. ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിലെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുക. മോശെ പ്രവാചകരെ ദൈവം തമ്പുരാൻ അവതരിപ്പിച്ചു എന്ന് ഖുർആനും, ഖുർആൻ മാത്രമല്ല ബൈബിള് പറയുന്നു. മോശെ പ്രവാചകൻ തോറ പുസ്തകം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അതാണ്. മോശെ പ്രവാചകൻ മോവാബ് ദേശത്ത് വെച്ച് തോറ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ആ തോറയാണോ ഈ പഞ്ചപുസ്തകങ്ങൾ? നമുക്കൊന്ന് വായിക്കാം. പഞ്ചപുസ്തകങ്ങളിൽ ആവർത്തന പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 5 മുതൽ 12 വരെ ഉള്ള വാക്യങ്ങൾ മോശയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥത്തിലെ വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അങ്ങനെ മോവാബ് ദേശത്ത് വെച്ച് ബേത്പരിയറിന് അടുത്തുള്ള സമതലത്തിൽ വെച്ച് മോശെ മരിച്ചു. മോശയുടെ ശവക്കുഴിയുടെ സ്ഥലം എവിടെയാണ് എന്ന് ഇന്ന് വരെ ആർക്കും അറിയില്ല. മോശയെ പോലൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഇതുവരെ ജീവിച്ചിരുന്നിട്ടില്ല. മോശ പ്രവാചകന് ദൈവം തമ്പുരാൻ അവതരിപ്പിച്ചു കൊടുത്ത തൗറാത്തിലെ വചനങ്ങളാണിത് എന്ന് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും പറയില്ല. പിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ കടത്തിക്കൂട്ടി പിൽക്കാലഘട്ടത്തിൽ. ആ കടത്തിക്കൂട്ടിയ ഗ്രന്ഥത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി. അതാണ്. ഇതേപോലെ തന്നെ യേശുക്രിസ്തുവിന് അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥത്തിൽ വിശ്വസിക്കേണ്ടത് മുസ്ലിമിന്റെ ബാധ്യതയാണ്, സംശയമൊന്നുമില്ല. യേശുക്രിസ്തുവിന് ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഗ്രന്ഥം അവതരിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. സുഹൃത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 46-ാമത്തെ വചനം, വആതൈനാഹുൽ ഇൻജീല ഫീഹി ഹുദൻ വനൂറ. അഥവാ നാം അദ്ദേഹത്തിന് ഇൻജീൽ സുവിശേഷം അവതരിപ്പിച്ചു കൊടുത്തു, അതിൽ സന്മാർഗദർശനവും പ്രകാശവുമുണ്ട്. യേശുക്രിസ്തുവിന് അവതരിപ്പിച്ചു കൊടുത്ത ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച സുവിശേഷം, യേശു പ്രസംഗിച്ച സുവിശേഷം അതെവിടെ? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 14-15 വചനങ്ങൾ എടുത്ത് പരിശോധിക്കുക. യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, കാലം തികഞ്ഞിരിക്കുന്നു, സ്വർഗരാജ്യം സമീപസ്ഥമായിരിക്കുന്നു, അതുകൊണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞ് യേശു പ്രസംഗിച്ച ദൈവത്തിന്റെ സുവിശേഷം അതെവിടെ പോയി? ആ ദൈവത്തിന്റെ സുവിശേഷം ഇതില്ല. ഇന്ന് മത്തായിയുടെയും മർക്കോസിന്റെയും ലൂക്കോസിന്റെയും യോഹന്നാന്റെയും സുവിശേഷങ്ങളുണ്ട്, അപ്പോസ്തല പ്രവർത്തികളുണ്ട്, പൗലോസിന്റെ ലേഖനങ്ങളുണ്ട്, അജപാലക ലേഖനങ്ങളുണ്ട്, വെളിപാട് പുസ്തകമുണ്ട്. പക്ഷേ യേശു പ്രസംഗിച്ച ദൈവത്തിന്റെ സുവിശേഷത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ അതെടുത്തുദ്ധരിച്ചുകൊണ്ട് ഖുർആൻ ബൈബിൾ അംഗീകരിക്കുന്നു, അതുകൊണ്ട് അംഗീകരിക്കണമെന്ന് സ്ലൈഡിട്ട് നിരത്തുവാൻ അതിന് യാതൊരു അടിത്തറയുമില്ല എന്നുള്ള വസ്തുതയാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതെ, അപ്പോ അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ നിലനിൽക്കുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. അത് നിലനിർത്താമെന്നത് പടച്ച തമ്പുരാന്റെ വാഗ്ദാനമാണ് എന്നുള്ളതാണ് സത്യം. പിന്നീട്